ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പഴയ കേബിൾ വയർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പീസ് കേബിൾ വയർ എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരേ അളവിലുള്ള 8 പീസാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഇതാ ഞാൻ അങ്ങനെ 8 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ പീസായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഓരോ പീസായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്ലൂ ഗൺ തന്നെയാണ്. അപ്പോൾ നിങ്ങളടുത്ത് ഗ്ലൂ ഗണ്ണിന് പകരമായിട്ട് വേറെ ഏതെങ്കിലും നന്നായിട്ട് ഒട്ടുന്ന ഗ്ലൂ ഉണ്ടെങ്കിൽ അതെടുത്തോളൂ കേട്ടോ. അങ്ങനത്തെ ഗ്ലൂ ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നീറ്റ് ഉണ്ടാവുക. കാരണം ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കുമ്പോൾ എങ്ങനെയായാലും ഗ്ലൂ ചെറിയ കട്ടകളൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മളെ വർക്ക് അത്ര നീറ്റായിട്ട് തോന്നൂല. അപ്പോൾ അതുപോലത്തെ ഗ്ലൂ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യായിരിക്കും നല്ലത് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാ പീസും ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊരു സ്റ്റിക്കും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബാമ്പു സ്ക്വയറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈർക്കിളിയോ അങ്ങനെ എന്തെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതാ ഇതുപോലത്തെ ഒരു ബോക്സ് എടുത്ത് അതിന് ബ്ലാക്ക് കളറ് സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനങ്ങനെ അത് രണ്ടിനും പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ ബോക്സിലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്കതിലൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കിലൊരു ഇത്തിരി ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്തിട്ട് അതിലിറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് തന്നെ ചെറിയ ഗ്ലൂവിൻ്റെ ഒക്കെ ഒരു അടയാളങ്ങൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറെ ഗ്ലൂ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുമ്മ നിർത്താം. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ കുറച്ച് സ്റ്റാറും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ കാർഡ്ബോർഡ് പീസിൽ നിന്ന് ഒരു സ്റ്റാർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് അതിന് സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ക്രാഫ്റ്റ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബോട്ടിൽ ആർട്ട്, വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താല്പര്യമുള്ള ഒരാൾക്കൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ ട്രൈ ചെയ്താണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തരണേ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ട്രൈ പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ വിഷു ബോട്ടിലായിട്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുള്ളത് അജുവിൻ ആൻ്റണി ഫ്രം എറണാകുളം. നമ്മുടെ റമദാൻ ലാൻഡാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുള്ളത് ഫാത്തിമ ലുലു ഫ്രം മലപ്പുറം, ആൽഫിയ ഫ്രം തൊടുപുഴ. നമ്മൾ ബബിൾ റാപ്പ് വെച്ച് ചെയ്തിട്ടുള്ള ഫ്ലവർ ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുള്ളത് നേഹ മലപ്പുറം. അതുപോലെ 5 ഹക്ക് ഒരു ബിഗ് ഹായ് കേട്ടോ. അപ്പോൾ ട്രൈ പിക്ചേഴ്സ് അയച്ചു തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഇനി ഇതുപോലെ സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ഞാൻ ഓരോ വീഡിയോയിലൊക്കെ ആയിട്ട് ഉൾപ്പെടുത്താം. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് കാണാം. താങ്ക് യു.